ഈ മാസം 16-ാം തീയതി യമനിൽ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ നിമിഷപ്രിയ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി വന്നിരിക്കുന്നു. നയതന്ത്ര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഹർജി. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി കൊടുത്തത്. ബൽറാം നെടുങ്ങാടി വിവരം ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പറയൂ ബൽറാം. SKN ഈ വിഷയത്തിൽ നിർണായകമായ ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിനായി നയതന്ത്ര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഈ ഹർജി. രണ്ട് കാര്യങ്ങളാണ് ഈ ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒന്ന്, വിഷയത്തിൽ നയതന്ത്ര ഇടപെടൽ ഉണ്ടാകണം. മറ്റൊന്ന് എന്നുള്ളത്, ഈ കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിന്റെ കുടുംബവുമായി ചർച്ചയ്ക്ക് സൗകര്യമൊരുക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണം സുപ്രീം കോടതി എന്നുള്ളതാണ് ഈ ഹർജിയിലെ ആവശ്യങ്ങൾ. ഈ ഹർജി ഫയലിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് ഈ 10:30 തന്നെ ഹർജി മെൻഷൻ ചെയ്യുമെന്നാണ് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ അറിയിക്കുന്നത്. വെറും 5 ദിവസങ്ങൾ മാത്രമാണ് ഇനി ഈ വിഷയത്തിൽ നിമിഷപ്രിയയെ രക്ഷിക്കാൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ ഈ ഹർജി ഉടൻ തന്നെ പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടുമെന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. SKN.